രാഹുൽ ഈശ്വർ വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്നതിന്റെ സൂചനയായി വേണമോ മനസ്സിലാക്കാൻ. അതിനുമപ്പുറം ഭരണതലങ്ങളിലുള്ളവർക്ക് പോലുമുള്ള ബന്ധത്തിന്റെ ഈ കൊള്ളയുടെ ബന്ധത്തിന്റെ സൂചനകൾ കൂടി എൻ വാസുവിന്റെ അറസ്റ്റ് നൽകുന്നുണ്ടോ? കേരളത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ചരിത്രത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ശ്രീ എൻ വാസു. ഒന്ന് ആലോചിച്ച് നോക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, യുഗപ്രഭാവനായ മന്നത്താചാര്യനും ആർ ശങ്കറും, പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ആർ ശങ്കർ അടക്കം വഹിച്ചിരുന്ന പദവികളാണ്. അതിൽ നിന്ന് ഒരാൾ അറസ്റ്റിലാവുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനാജനകമാണ്. വാസു സാറിനെ 10-20 വർഷമായിട്ട് അറിയാം, വ്യക്തിപരമായിട്ട് പറയല്ല. പക്ഷേ അദ്ദേഹം അടക്കം സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു, നേതൃത്വം നൽകി എന്നൊക്കെ പറയുന്നത് അത്യധികം വേദനാജനകമായ വിഷമകരമായ ഒരു വിഷയമാണ്. പക്ഷെ ആശ്വാസകരമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ട ആരെയും വെറുതെ വിടരുത് എന്നുള്ളത് ആശ്വാസകരമാണ്. ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ കൂടുതൽ വിശ്വാസം വരികയാണ്. ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ഹീറോ. രണ്ടാമത്തെ ഹീറോ നിങ്ങൾ മാധ്യമങ്ങളാണ്. നിരന്തരമായി ചർച്ചകളിലൂടെ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ബോധവൽക്കരിക്കുകയും കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സ്പേസും പഴുതുമടക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒറ്റ കാര്യം മാത്രം മാധ്യമങ്ങൾ ഓർക്കുക. ഈ സ്വർണ്ണക്കൊള്ള ഒരു പോളിസി ഡിസിഷനാണ്, നയപരമായ ഒരു തീരുമാനമാണ്. ആരും പിക് പോക്കറ്റ് അടിച്ചതല്ല, വീട്ടിലിരിക്കുന്ന സ്വർണം എടുത്തുകൊണ്ട് പോയതല്ല, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കള്ളൻ വന്ന് രാത്രിയിൽ കയറി സ്വർണം മോട്ടിച്ചതല്ല. പകരം ശബരിമലയിൽ ഇരിക്കുന്ന തനി തങ്കത്തിലെ പാളികൾ മാറ്റി സ്വർണം പൂശിയ പാളികൾ വെച്ചാൽ മതിയെന്ന് ഒരു പോളിസി ഡിസിഷൻ, നയപരമായ ഡിസിഷൻ എടുത്തു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയുടെ വെളിയിലുള്ള സ്വർണ്ണ വാതിലിൽ അല്ലെങ്കിൽ അവിടുത്തെ കട്ടിളയിലടക്കം 2.5 കിലോഗ്രാം തനി തങ്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് 361 ഗ്രാം സ്വർണം പൂശിയതാണ്. നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം 24 കാരറ്റ് തനി തങ്കമായിരുന്നു ഗോൾഡ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഏകദേശം 300-400 ഗ്രാം മാത്രമാണ്. അപ്പൊ സ്വർണ്ണ പാളികൾ എടുത്തോണ്ട് പോയി മുറിച്ച് വിറ്റുകയോ മറ്റോ ചെയ്യുകയും ഫേക്കായ സാധനങ്ങൾ ഉണ്ടാക്കി സ്വർണം പൂശി വെക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സാധാരണക്കാർക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ലഘുവായി പറഞ്ഞാൽ സ്വർണം ക്ലാഡിംഗ്, സ്വർണം പൂശലാക്കി. എന്നിട്ട് ആ സ്വർണം പൂശല് തീരുമാനം എടുത്തു. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പമുണ്ടല്ലോ. ഓരോ സമയത്തും ഇതേപോലെ സ്വർണം മോഷ്ടിക്കാനും സ്വർണം സംഭാവന സ്വീകരിക്കാനും ഒക്കെ കഴിയും. ഇതൊരു പോളിസി ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തണം. ജയകുമാർ സാറിനെ ഒക്കെ കൊണ്ടുവന്ന നടപടി നല്ലതാണ്, എന്താ പറയണേ, ആശ്വാസമാണ്. അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് ഇതിനോടകം തന്നെ എത്തി എന്നതല്ലേ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത്? രാഹുൽ, തീർച്ചയായിട്ടും 2019 ഇരുന്ന ബോർഡിലേക്കും കൂടെ എത്തണം. ആ ബോർഡിൽ ഇരിക്കുന്ന എല്ലാവരും വ്യക്തിപരമായ പ്രിയപ്പെട്ടവരാണ്, കുടുംബ സുഹൃത്തുക്കളാണ്, അവരെ ബഹുമാനമാണ്, അവരത് പങ്കില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ 2019 ജൂലൈ 19 ജൂലൈ 20 സ്വർണം പതിച്ച പാളികൾ ഇളക്കിയെടുത്ത ദിവസത്തിലെ ബോർഡിലേക്കും കൂടെ അന്വേഷണം എത്തണം. കാര്യം അവരുടെ അറിവില്ലാതെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം ഒരു കാര്യം കൂടെ ഓർക്കണം. 2019 ആദ്യ മാസങ്ങളിൽ ഞങ്ങൾ അടക്കമുള്ള ഭക്തർ തെരുവിൽ അടികൊള്ളുകയാണ്. ശബരിമലയ്ക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ച് സുപ്രീം കോടതിയിൽ പോരാട്ടം നടത്താൻ നമ്മൾ നിൽക്കുകയാണ്. ആ അവസരത്തിൽ ദേവസ്വം ബോർഡ് ഇരിക്കുന്നവന്മാർ അയ്യപ്പന്റെ സ്വർണം കക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. ഞങ്ങൾ അടക്കമുള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തർ സുപ്രീം കോടതിയിലും നാട്ടിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യയുടെ വെളിയിലും അടക്കം പ്രകടനങ്ങൾ നടത്തി വിശ്വാസികളെ സംഘടിപ്പിച്ച് ശബരിമലയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അയ്യപ്പന്റെ കൺമുമ്പിലുള്ള സ്വർണം അടിച്ചു മാറ്റാൻ ഇവർ നടത്തിയ ഈ നീക്കത്തിന് ദൈവം ഒരിക്കലും പൊറുക്കില്ല. നമ്മുടെ നിയമവും പൊറുക്കരുത്. ഇവരെ അറസ്റ്റ് ചെയ്യണം. അതിശക്തമായ രാഹുൽ, ഇപ്പോൾ മുൻ കമ്മീഷണറായിരുന്നു, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വ്യക്തിയാണ് എൻ വാസു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നതാണോ നിങ്ങൾ സംശയിക്കുന്നത്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും എന്ന വിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്. ഞാൻ പേര് പറയാതെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ സ്വർണ്ണപ്പാളികളുടെ കേസിൽ പഴയ ദേവസ്വം ബോർഡിന്റെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ഇത് തന്നെയല്ലേ കട്ടിളയുടെ കാര്യത്തിൽ സംഭവിച്ചത്? കട്ടിളയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിയായി ചേർത്തിട്ടുണ്ട്, സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ ചേർത്തിട്ടില്ല. അതെന്താ അങ്ങനെ? ഇത് രണ്ടും ഒരേ സാധനം തന്നെയല്ലേ? രക്ഷിച്ചെടുക്കാൻ ചില ആൾക്കാർ നോക്കുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി ചില ആൾക്കാർ ആരുടെയും പേര് പറയാത്തവരുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഇത് ശക്തമായി മുമ്പോട്ട് പോകണം. ഈ പോളിസി ഡിസിഷൻ എടുത്തവരെ കുറിച്ച് വരണം. ഒറ്റ കാര്യം മാഡം ആലോചിച്ച് നോക്കൂ. താങ്കളുടെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 പവൻ സ്വർണം മോഷ്ടിച്ചോണ്ട് അല്ലെങ്കിൽ സ്വർണം പണിക്കെടുത്തോണ്ട് പോയി 39 ദിവസം കഴിഞ്ഞാണ് പണിക്കാരന്റെ കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ വിളിച്ചു ചോദിക്കൂലേ?
അതെന്താ ദേവസ്വം ബോർഡ് ചോദിക്കാത്തത്? ഈ കോടിക്കണക്കിന് വിലയുള്ള കാര്യങ്ങൾ പോയിട്ട് ദേവസ്വം ബോർഡ് അന്വേഷിക്കാത്തത് 39 ദിവസം. ഇത് രാഹുൽ ഈശ്വർ കൈ എന്ന് പറയുന്നല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ജൂലൈ 20 എടുത്തോണ്ട് പോയ കാര്യം ഒക്ടോബർ 29 ചെന്നൈയിൽ എത്തിയത്. നടന്നു പോയ ചെന്നൈ അതിനു മുമ്പ് എത്തും. അതായത് ശബരിമലയിൽ നിന്ന് നടന്നു പോയാൽ ഏകദേശം ഈ 39 ദിവസം എടുക്കില്ല മദ്രാസിലെത്താൻ. അപ്പൊ ഈ ചെന്നൈയിൽ എത്താൻ 39 ദിവസം എന്തുകൊണ്ടെടുത്തു? ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുമായിരുന്നു ആ സമയം. അതായത് വ്യാജ പുതിയ പാളികൾ ഉണ്ടാക്കി അതിലാണ് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വെയിറ്റ് ഡിഫറൻസ് 42 കിലോ എന്നുള്ളത് 38 കിലോ ആയതിന്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ സാധനം ഉണ്ടാക്കിയപ്പോഴാണ് ഈ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇതൊരു പോളിസി ഡിസിഷനാണ്. ആ പോളിസി എടുത്ത് കൊള്ളയടിച്ചവരെ തീർച്ചയായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് വെറും പ്യൂണാണ്, അല്ലെങ്കിൽ കാലാണ്. മുരാരി ബാബു എന്ന് പറയുന്നത് വെറും കൈയാണ്. തലച്ചോർ ആരാണ്? ആ തല ആരാണ്? അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകണം എന്നതാണ് പറയുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ട് എന്നത് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ അറസ്റ്റുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത്.